ഉമ്മച്ചേ, എനിക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഉണ്ടാക്കാലോ. അങ്ങനെ പണി പാളി മക്കളെ. ഇടയിലിടേണ്ട സാധനം അവസാനം ഇടേണ്ടി വന്ന ഗതികേട് ഒന്നും പറയണ്ട. അങ്ങനെ എൻ്റെ മോൾ പറഞ്ഞ് അവസാനം ആ ദിവസം വന്നെത്തി. നന്നായിട്ട് ചൂടാക്കി കൊടുക്കാം. നമ്മളുടെ പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് പൊടിഞ്ഞു വരുന്ന പരുവം വരെ നന്നായിട്ട് സെയിം പാനിലോട്ട് തന്നെ നമുക്ക് പീനട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി വറുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് അധികം പീനട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു പീനട്ട്സ്. കാരണം ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വറുത്ത് കഴിക്കുന്ന ടീംസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത് ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ശരിക്കും നമ്മളുടെ ഈ അവിൽ മിൽക്കിന് പാളങ്കോടൻ പഴം എന്തായിട്ടൊക്കെയാണ് വേണ്ടത്. പക്ഷെ നമുക്കിവിടെ നമ്മുടെ ഫിലിപ്പീനി പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതെന്താണെന്ന് മനസ്സിലായോ ഗൈസ്? ഇത് നമ്മളുടെ ബീറ്റർ ഉണ്ടല്ലോ, ബീറ്ററിൻ്റെ നമ്മളുടെ ബീറ്റ് ചെയ്യുന്ന ആ ബ്ലേഡാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യും. വീണ്ടും പണി കിട്ടി ഗൈസ്. ഇത് നമ്മൾ നേരത്തെ വറക്കാൻ വെച്ചിരുന്ന കപ്പലണ്ടിയാണ് കേട്ടോ. ഞാൻ സിമ്മിലിട്ടൊക്കെയായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കാഷ്യൂസ് തൊലിയുള്ളതായിരുന്നു കേട്ടോ. അത് പീൽ ചെയ്യാൻ വേണ്ടി ഞാൻ അവളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ നല്ല വൃത്തിക്ക് ചെയ്ത് തന്നു കേട്ടോ. കൂട്ടത്തിൽ ഞാൻ കുറച്ച് കസ്കസ് കൂടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, കമോൺ ഗൈസ്. സോ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ എങ്ങനെ നോക്കാം. ആദ്യം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിച്ചിട്ട് വീണ്ടും കുറച്ച് നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്തു. അതിനുശേഷം കസ്കസിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ കസ്കസ് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ അവിലുണ്ടല്ലോ, അവിൽ വറുത്ത് വെച്ചേക്കണ അവിൽ, അത് അതിലോട്ട് ഇട്ട് കൊടുത്തു. അവിലിട്ട് കൊടുത്ത ശേഷം വീണ്ടും ആ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പഴം ഷുഗറും കൂടിയിട്ടുള്ള ആ മിക്സ് വീണ്ടും അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അതങ്ങനെ കുറച്ചിങ്ങനെ മാറ്റിമറിച്ചും രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രഷ് ആയിട്ടുള്ള നമ്മളുടെ മിൽക്ക് അതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളുടെ ഐറ്റംസൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നട്ട്സ് ഇട്ട് ഞാൻ ഗാർണിഷ് ചെയ്തിരുന്നു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. പക്ഷെ ഒരു കാര്യം മറന്നു ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ബൂസ്റ്റ് ഇടാൻ മറന്നുപോയി. ബൂസ്റ്റ് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നു. പക്ഷേ അതിന് ശേഷം നമ്മൾ അതൊക്കെ ഇട്ട് സെറ്റാക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.